ഹായ് ഹലോ ഗ്രിംസോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്ട് 1 ദ മിസ്സിംഗ് കാർട്ട് എന്ന ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. മാപ്പിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് നമുക്കൊരു വാർണിംഗ് പോലെ തരുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പൊന്നു മോനേജ് കേറുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ എങ്ങാനും പടായാല് കയ്യിലുള്ള ഒരു സാധനം തിരിച്ചു കിട്ടൂല. അപ്പൊ നോക്കിയും കണ്ടൊക്കെ കളിച്ചോണ്ടി. അപ്പോൾ ഇങ്ങനൊരു വാർണിംഗ് ഉള്ള സ്ഥിതിക്ക് മാക്സിമം ഫുൾ ഡ്യൂറബിൾ ആയിട്ടുള്ള അത്യാവശ്യം ഡാമേജ് കൊടുക്കുന്ന വെപ്പൺസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വെപ്പൺസ് കൊണ്ടുവരിക, പിന്നെ അത്യാവശ്യം ഹീലിങ്ങിനുള്ള ഐറ്റംസും. അപ്പോൾ മിസ്സിംഗ് കാർട്ടിൻ്റെ കുതിര ഇവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർട്ട് കൂടെ മിക്കവാറും കണ്ടെത്തേണ്ടി വരും. ഇതിലെ ലെപ്പറിനൊക്കെ നോക്കി ലൈഫ് പകുതിയേ ഉള്ളൂ, ഒറ്റടി ചാകുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനെ ഒളിച്ചും പാത്തും വരണമെന്നൊന്നുമില്ല, അതെ ഡയറക്റ്റ് പോയി അടിച്ച് തന്നെ കൊല്ലാം. ഇതിൽ നമ്മളെ കൈ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ടേക്ക് കോളിന് പകരം മിക്കവാറും സ്റ്റോറാളോ കൊടുക്കുന്നത്. എല്ലാം നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അവിടെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ മിസ്സിംഗ് കാർട്ടിൻ്റെ ഓണർ, ഉടമസ്ഥൻ. ആൾ പടാവാനായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താ പറ്റി, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ലെപ്പേഴ്സ് വന്നിട്ട് മൊത്തം അടിച്ച് തകർത്താണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാർട്ടും മെഡിസിനൊക്കെ എവിടെയെന്ന് ചോദിച്ച സമയത്ത് ചാകാൻ കിടക്കുമ്പോൾ ആലാക്കിലെ കാറ്റ്. അവിടെ കാറ്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ആദ്യം വരുന്ന മോൺസ്റ്റേഴ്സിനൊക്കെ കൊന്ന് നമ്മളൊന്ന് രക്ഷിക്ക് ബലാലേ. അപ്പോൾ കേട്ടല്ലോ, കാർട്ടിൻ്റെ കാര്യമൊക്കെ മൂപ്പർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊന്ന് മൂപ്പരെ ഒന്ന് സഹായിക്കുകയാണ്. തീർന്നോ? അപ്പോൾ ഇത്രേ പരിപാടിയേ ഉള്ളൂ, അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ മൂപ്പരോട് പോയിട്ട് ചോദിക്കാം മൂപ്പരെങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന്. ഇന്നെ നോക്കണ്ട മോനെ, എനിക്കിനി അധികം സമയമില്ല. ഞാനിപ്പോ പാടാവും. ആ മരുന്നൊക്കെ ഇനി സ്വർഗത്തിലാവുന്നുണ്ട്. ഇത് ചോദിച്ച കാട്ട് പറമ്പിന്റെ തെക്ക് ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്, പോയെടുത്തോളി. പിന്നെ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഓരൊക്കെ നിരീക്ഷിച്ചേരി. അപ്പോൾ ഗോളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പൊസ്കുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പണിയും കൂടെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ 2 ഡെയിലി ടാസ്കുകൾ എടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡെയർ വോൾഫിനെ കൊല്ലുക, കരടീനെ കൊല്ലുക. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡെത്ത് ക്യൂർ ആണ്. അതായത് മെഡിസിൻ റിട്ടേൺ ചെയ്യുക. അതായത് നമ്മൾ മിസ്സായ കാർട്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് മെഡിസിൻ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ നമ്മൾ ഡെത്ത് ക്യൂർ മാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്സായ കാർട്ട്. ഇവിടെ ഒരു കുതിര കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നേരത്തെ അവിടെ ചത്ത് കിടന്നത് ഒന്ന് കുതിരയാണ്. അപ്പോൾ ചിലപ്പോൾ 2 കുതിര ഉണ്ടാവും. അപ്പോൾ അതിലൊരു കുതിരയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് തുറക്കണമെങ്കിൽ ലോക്ക്ഡാണ്, കീ വേണം. കീ ഇവിടെ എവിടെയോ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മിക്കവാറും ഈ വരുന്ന ലീപ്പേഴ്സിൽ ആരുടെങ്കിലും കയ്യിൽ ഉണ്ടാവും. നമ്മളെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അധികം പണിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂട്ടം പോലെ വരുന്നതാണ് വിചാരിച്ചത്. ഇത് നമുക്ക് 1-2 എന്ന് വരുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് എല്ലാത്തിനെയും കൊല്ലാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. ടാസ്ക് ചെറിയ ടാസ്കുകളാണ്.
സംഭവം ഭയങ്കര ലാഗാട്ടോ. ഒരെണ്ണത്തിൻ്റെ കൊന്ന് പിന്നെ ഒരെണ്ണം വരണമെങ്കിൽ കുറേ ടൈം എടുത്ത് പതുക്കെ വരുന്നതെല്ലാം കൂടെ. ഓ പറഞ്ഞു തീർന്നില്ല, അതാ 2 എണ്ണം ഒരുമിച്ചു ഉണ്ടായിരുന്നു. അത് അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ കീ ഉള്ളത്. ആ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കാർട്ട് തുറന്ന് മെഡിസിൻസ് തിരിച്ചെടുക്കാം. ഓ അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. പുതിയ എന്തോ ഒരു ടാസ്ക് വന്നിട്ടുണ്ടല്ലോ, ടച്ച് ദ സ്റ്റാച്യു ഓഫ് ഹാർട്ടോ, ഹാരറ്റ്, HARAT. ഓ ഞാൻ പെട്ടെന്ന് ഹാർട്ട് എന്ന് വായിച്ച്. ബെസ്റ്റ്. ലെവലപ്പായിട്ട് കുറേ ഡിസൈൻസ് അൺലോക്ക് ആയിട്ടുണ്ട്. വെപ്പൺസും ആർമേഴ്സും പിന്നെ ഇതാ സ്റ്റേബിളൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാമ്പ് ഫയർ, കാർപ്പൻ്റർ ബെഞ്ച്, സ്മെൽട്ടർ. ഓക്കെ, അടിപൊളി. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. ന്യൂ ലൊക്കേഷൻ അവൈലബിൾ. ഇതേതാണോ? വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കൂടാരം വന്നിട്ട് ക്യാമ്പ് ഓഫ് സ്കാർലറ്റ് വിച്ച്, അല്ല സ്കാർലറ്റ് ഏഞ്ചൽസ്. അതാണ് സ്കാർലറ്റ് വിച്ച് അല്ലേ? എന്തായാലും ആവട്ടെ, നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.